മൈലാഞ്ചി ഇടുക എന്നുള്ള സ്വഭാവം ഇന്ന് പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും അധികരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. എന്നാൽ പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്തായ സമയങ്ങളുണ്ട്. ആർക്കാണ് അത് സുന്നത്തുള്ളത്, എപ്പോഴാണ് അനുവദനീയമാകുന്നത് എന്നും, സ്ത്രീകളിൽ മൈലാഞ്ചി ഇടൽ ഹറാമായവരുമുണ്ട്, ഖറാഅത്തുള്ളവരുമുണ്ട്, സുന്നത്തായവരുമുണ്ട്. ആരൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അൻസ്വാരികളായിരിക്കുന്ന കുറച്ച് പ്രായമായ ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ താടിയും തലയുടെ മുടിയുമൊക്കെ നരച്ചത് കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറൽ അൻസ്വാർ അമ്മിറു വസ്വഫിറു, ഓ അൻസാരികളായിരിക്കുന്ന ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ തലയിലെ മുടിയെ ചുവപ്പിക്കുക, അല്ലെങ്കിൽ മഞ്ഞ കളർ നൽകുക എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മൈലാഞ്ചി ഇട്ടുകൊണ്ട് മഞ്ഞ കളറാക്കുകയോ അതല്ലെങ്കിൽ ചുവപ്പ് കളറിലേക്ക് മാറ്റുകയോ ചെയ്യാം. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ചില പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ മുടിയിൽ കറുപ്പ് ചായം കൊടുക്കുന്നത് കാണാം. അത് തീർത്തും ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടൽ അനുവദനീയമായ ഒരു സമയമാണ് ഈ പറഞ്ഞത്. നരച്ച മുടിയിൽ മഞ്ഞ കളറോ അതല്ലെങ്കിൽ ചുവപ്പ് കളറോ നൽകാൻ വേണ്ടി മൈലാഞ്ചി ഇടാം. അതുപോലെ തന്നെ ഡോക്ടർമാരെ കാണിച്ചുകൊണ്ട് ചികിത്സാവശ്യാർത്ഥം പുരുഷന്റെ കൈകാലുകളിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചികിത്സാവശ്യാർത്ഥം അവനക്ക് മൈലാഞ്ചി ഇടാവുന്നതാണ്. അല്ലാതെ ഒരു നിലക്കും മൈലാഞ്ചി ഇടൽ പുരുഷനിക്ക് അനുവദനീയമല്ല, ഹറാമാണ്, തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. സ്ത്രീകളിൽ മൈലാഞ്ചി ഇടൽ ഹറാമായി വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഭർത്താവ് മരിച്ച കാരണത്താൽ ഇദ്ദയിലുള്ള സ്ത്രീ, ഇദ്ദ കാലം തീരും വരെ മൈലാഞ്ചി ഇടൽ ഹറാമാണ്. ഭർത്താവുള്ളതായിരിക്കുന്ന സ്ത്രീകൾ ഭർത്താവിൻ്റെ സമ്മതമോ പൊരുത്തമോ ഇല്ലാതെയും മൈലാഞ്ചി കൊണ്ട് കൈയിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ കൈയിൻ്റെ പുറം ഭാഗത്ത് നല്ല ചിത്രങ്ങൾ വരച്ചുകൊണ്ടുള്ള മൈലാഞ്ചി ഇടലും ഹറാമാണ് എന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. തുഹ്ഫത്തുൽ മുഹ്താജ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാൻ കഴിയും. ഇനി ഖറാഅത്തായി വരുന്ന സന്ദർഭമുണ്ട്. അവിവാഹിതയും വിധവയും ആയ സ്ത്രീക്ക് മൈലാഞ്ചി ഇടൽ ഖറാഅത്താണ്. ഇനി ഭർത്താവുള്ള സ്ത്രീകൾ തന്നെ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മൈലാഞ്ചി ഇടുകയാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ചിത്രപ്പണിയും അതുപോലെ തന്നെ മോഡലൊക്കെ ആയിട്ടിടൽ അതും ഖറാഅത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ മൈലാഞ്ചി ഇടൽ ഹറാമാണ്. ഇനി ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മൈലാഞ്ചി ഇടുകയാണെങ്കിൽ തന്നെ നല്ല അലങ്കാരത്തിന് വേണ്ടിയുള്ള മോഡലായിക്കൊണ്ടൊക്കെയുള്ള മൈലാഞ്ചി ഇടൽ ഖറാഅത്താണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സുന്നത്തായി വരുന്ന സമയം ഹജ്ജ്, ഉംറ എന്നിവയുടെ ഇഹ്റാം ഉദ്ദേശിക്കുന്ന ഏത് സ്ത്രീകൾക്കും ഇഹ്റാമിന് വേണ്ടി ഇരു കൈകളിലും മുഖത്തും മൈലാഞ്ചി ഇടൽ സുന്നത്താണ് എന്ന് കാണാം. ഭർത്താവ് നിലവിലുള്ളതായിരിക്കുന്ന സ്ത്രീകൾ ഏത് സമയത്തും ചിത്രപ്പണിയില്ലാതെ മൈലാഞ്ചി ഇടൽ അവർക്ക് പ്രത്യേകം സുന്നത്താണ് എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിഖിന്റെ ഗ്രന്ഥമായിരിക്കുന്ന തുഹ്ഫത്തുൽ മുഹ്താജ്, ഇആനത്തു ത്വാലിബീനിലും ഫത്ഹുൽ മുഈനിലൊക്കെ ഈ കാര്യം വിശദീകരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ മൈലാഞ്ചി ഇടുന്ന കാര്യം നാം പ്രത്യേകം ഗൗരവത്തിലെടുക്കണം. ചെറിയ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, പ്രായപൂർത്തിയാകാത്ത ചെറിയ കുഞ്ഞുങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കൽ അനുവദനീയമാണ് എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖറാഅത്ത് എന്ന് പറയുമ്പോൾ നിസ്സാരമായി കരുതേണ്ടതില്ല, ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഖറാഅത്തിന്റെ വിശദീകരണം പറഞ്ഞ സ്ഥലത്തൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം,
പ്രവർത്തിച്ചാൽ ശിക്ഷയില്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും എന്നാണ് ഖറാഅത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.